നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വയനാട് ദുരന്തത്തിൽ കേരളത്തിന് കേന്ദ്ര സഹായം നൽകാൻ സമയമായിട്ടില്ലെന്ന് പ്രതികരിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. മുണ്ടക്കൈ ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമോ എന്ന ചോദ്യത്തിന് അങ്ങനെയൊരു സാധ്യതയുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകരോട് നേരിട്ട് അന്വേഷിക്കാനായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി. നിയമം പോയി പഠിക്കൂവെന്നും സുരേഷ് ഗോപി പറഞ്ഞു. മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിൽ കുത്തിത്തിരിപ്പുണ്ടെന്നും ജനങ്ങൾക്ക് എത്തേണ്ടത് എത്തുമെന്നും രാഷ്ട്രീയ വക്താവാകരുതെന്നും ദേഷ്യത്തോടെയായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. സഹായത്തിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തും. സഹായം മാത്രമല്ല, ഇനി അത്തരത്തിലൊരു ദുരന്തം ഉണ്ടാകാതിരിക്കാനുള്ള നടപടിയും കൈക്കൊള്ളും. അതാണ് മുഖ്യം. ജനങ്ങൾക്ക് എത്തേണ്ടത് എത്തുമെന്ന് സുരേഷ് ഗോപി പ്രതികരിച്ചു. വയനാട് ദുരന്തത്തിൽ കേന്ദ്രം ഇതുവരെ എന്ത് ഇടപെടൽ നടത്തിയെന്ന ചോദ്യത്തിന് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ഏത് ചാനലിൽ നിന്നാണെന്ന് ഇടയ്ക്കിടെ ചോദിക്കുകയും ചെയ്തിരുന്നു. ദുരന്തത്തിന്റെ വ്യാപ്തിയും ബാക്കി കാര്യങ്ങളുമൊക്കെ പഠിച്ച് റിപ്പോർട്ടുണ്ടാക്കി സംസ്ഥാനം ആവശ്യപ്പെട്ടാൽ സഹായത്തെക്കുറിച്ച് ആലോചിക്കാമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ട സാധ്യതയുണ്ടോ എന്ന് ആദ്യം നിങ്ങൾ അന്വേഷിക്കൂ. ഇപ്പോൾ ദേശീയ ദുരന്തം എന്നൊരു സംഭവമുണ്ടോ? ആദ്യം പോയി നിയമം പഠിക്കൂ. ഇതിനുള്ള സഹായം നൽകുന്നതിന് മുമ്പ് ഇനി ഇങ്ങനെ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കുകയല്ലേ വേണ്ടത്? അതാണ് ഇപ്പോൾ മുഖ്യം. കേന്ദ്രത്തിൽ നിന്ന് സഹായം നൽകേണ്ട സമയമായിട്ടില്ല. ദുരന്തത്തിന്റെ വ്യാപ്തിയും ബാക്കി കാര്യങ്ങളുമൊക്കെ പഠിച്ച് റിപ്പോർട്ടുണ്ടാക്കി സ്റ്റേറ്റ് ആവശ്യപ്പെടട്ടെ. എന്നിട്ട് സഹായത്തിനെ കുറിച്ച് ആലോചിക്കാം. കുത്തിത്തിരിപ്പ് ഉണ്ടാക്കരുത്. മാധ്യമങ്ങൾ വെറുതെ രാഷ്ട്രീയ വക്താക്കളാക്കരുത്. ജനങ്ങൾക്ക് എത്തേണ്ടത് എത്തും. നിങ്ങളുടെ ചോദ്യത്തിൽ നല്ല കുത്തിത്തിരിപ്പുണ്ട്. ഇതുവരെ എന്ത് ഇടപെടൽ നടത്തിയെന്ന് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അതേസമയം മുണ്ടക്കയിലും ചൂരൽമലയും ചൊവ്വാഴ്ച പുലർച്ചെയുണ്ടായ ഉരുൾപൊട്ടലിൽ ഇതുവരെ 316 മരണങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ഇനി 298 പേരെ കണ്ടെത്താനുള്ളതാണ് അനൌദ്യോഗിക കണക്ക്. ചാലിയാറിൽ നിന്ന് ഇതുവരെ കണ്ടെടുത്തത് 172 മൃതദേഹങ്ങളാണ്. അതിനിടയിൽ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം വയനാടിൽ കഴിഞ്ഞ ദിവസം നടന്നു. മുണ്ടക്കയിലെ ഉരുൾപൊട്ടലിൽ രക്ഷിക്കാൻ കഴിയുന്നവരെല്ലാം രക്ഷിച്ചെന്നും ഇനി ആരും അവിടെ ബാക്കിയില്ലെന്നുമായിരുന്നു സൈന്യം അറിയിച്ചതെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു. എന്നാൽ രക്ഷാപ്രവർത്തനത്തിന്റെ 4ാം ദിവസമായ ഇന്ന് സൈന്യത്തിന്റെ തിരച്ചിലിൽ 4 പേരെ ജീവനോടെ രക്ഷപ്പെടുത്തി. 2 സ്ത്രീകളെയും 2 പുരുഷന്മാരെയുമാണ് പടവെട്ടിക്കുന്ന് എന്ന സ്ഥലത്തെ തകർന്ന വീട്ടിൽ കണ്ടെത്തിയത്. കാഞ്ഞിരക്കത്തോട്ട് കുടുംബത്തിലെ ജോണി, ജോമോൾ, എബ്രഹാം, ക്രിസ്റ്റി എന്നിവരെയാണ് രക്ഷപ്പെടുത്തിയതെന്നാണ് വിവരം. പകുതി തകർന്ന വീട്ടിൽ ഒറ്റപ്പെട്ടു പോയവരെയാണ് രക്ഷപ്പെടുത്തിയത്. ഇവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. സംഘത്തിലെ സ്ത്രീയുടെ കാല് പരിക്കേറ്റ നിലയിലാണെന്നും സൈന്യം അറിയിച്ചു. ഉരുൾപൊട്ടലിൽ പകുതി തകർന്നു പോയ വീട്ടിൽ 4 ദിവസമായി പുറത്തിറങ്ങാനാകാതെ കുരുങ്ങിക്കിടക്കുകയായിരുന്നു കുടുംബം. 4ാം ദിവസമായി ഇന്ന് മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ 40 ടീമുകൾ തെരച്ചിലിൽ മേഖല 6 സോണുകളെ തിരിച്ചാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നത്. അട്ടമലയും ആറന്മലയും ചേർന്നതാണ് ആദ്യത്തെ സോൺ. ഈ ടീമിന്റെ തെരച്ചിലാണ് 4 പേരെയും കണ്ടെത്തിയത്. മുണ്ടക്കൈ 2ാമത്തെ സോണും പുഞ്ചിരിമട്ടം 3ാമത്തേതും വെള്ളാർമല വില്ലേജ് റോഡ് 4ാമത്തേതും GVHSS വെള്ളാർമല 5ാമത്തെ സോണും പുഴയുടെ അടിവാരം 6ാമത്തെ സോണുമാണ്. സൈന്യം, NDRF, DSG, കോസ്റ്റ് ഗാർഡ്, നേവി, MEG ഉൾപ്പെടെയുള്ള സംയുക്ത സംഘമാണ് തെരച്ചിൽ നടത്തുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.